നവീകരിച്ച പല്ലാരിമംഗലം സ്റ്റേഡിയം മന്ത്രി വി അബ്ദുറഹ്മാൻ നാടിന് സമർപ്പിച്ചു. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും കളിക്കളം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. നവീകരണം പൂർത്തീകരിച്ച പല്ലാരിമംഗലം പഞ്ചായത്ത് EMS സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ വിവിധ പഞ്ചായത്തുകളിലായി 129 കളിക്കളങ്ങൾ ഇതിനകം നിർമ്മിച്ചു കഴിഞ്ഞു. പല്ലാരിമംഗലത്തെ സ്റ്റേഡിയം നാട്ടുകാർക്ക് ഏറെ ഉപകാരപ്പെടും. കോതമംഗലം ചേലാട് സ്റ്റേഡിയം നിർമ്മാണ നടപടികൾ വേഗത്തിൽ തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു. നമ്മുടെ ലക്ഷ്യം എല്ലാ പഞ്ചായത്തിലും ഒരു കളിക്കളം, അതിനപ്പുറം ഒരു വാർഡിലേക്ക് ഒരു കളിക്കളം എന്നുള്ള രീതിയിലേക്ക് മാറണമെന്ന ആഗ്രഹമാണ് സർക്കാരിനുള്ളത്. ആ രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കും. സംസ്ഥാനത്ത് 465 പഞ്ചായത്തുകളിലാണ് കളിക്കളം ഉണ്ടാകാതിരുന്നത് നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ. ഇപ്പോൾ കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ 129 കളിക്കളങ്ങൾ ഇപ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞു. MLA-മാരുടെ ഫണ്ട് ഉപയോഗിച്ചും പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചും ഏകദേശം 200-ലധികം കളിക്കളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെ അറിയിക്കുക. ഇപ്പോൾ നമ്മുടെ കോതമംഗലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്ക് എന്നുള്ളത് ചേലാട് സ്റ്റേഡിയത്തിൻ്റെ വർക്കാണ്. അത് കിറ്റ്കോ എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഏജൻസിയായിരുന്നു നമ്മളെ ഏൽപ്പിച്ചിരുന്നത്. ഈ കിറ്റ്കോ നമ്മുടെ പല വർക്കുകളും അനന്തമായി താമസിപ്പിക്കുകയാണ്. ഈ ഫുട്ബോൾ സ്റ്റേഡിയം എന്നുള്ളത് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഒരു സ്റ്റേഡിയം കൂടിയാണ്. അപ്പോൾ നിർബന്ധമായും ഈ ഒരു വർഷത്തിനുള്ളിൽ അതിൻ്റെ പണി പൂർത്തീകരിക്കണം എന്നുള്ള നിർബന്ധം കായിക വകുപ്പിനുണ്ട്. നിലവിലെ നിർവഹണ ഏജൻസിയിൽ നിന്നും കായിക വകുപ്പ് നേരിട്ട് ഏറ്റെടുത്ത സ്പോർട്സ് ഫൗണ്ടേഷൻ വഴി പദ്ധതി യാഥാർത്ഥ്യമാക്കും. 16.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാർ അനുവദിച്ച 1 കോടി രൂപ ചെലവഴിച്ചാണ് സ്റ്റേഡിയം നവീകരിച്ചത്. ഒട്ടേറെ വർഷങ്ങളായി പഞ്ചായത്തിലെ കായിക പ്രേമികളുടെ പ്രധാന ആവശ്യം സ്റ്റേഡിയം നവീകരിക്കണം എന്നതായിരുന്നു. ഇത് സാധ്യമായിരിക്കുകയാണ്. ഗ്രൗണ്ട് ഡെവലപ്മെന്റ്, ഗാലറി, ടോയ്ലറ്റ് ബ്ലോക്ക്, ഡ്രെയിനേജ്, റിട്ടൈനിംഗ് വാൾ, ഫെൻസിംഗ്, ഫ്ലഡ്ലൈറ്റ്, അനുബന്ധ സിവിൽ ആൻഡ് ഇലക്ട്രിഫിക്കേഷൻ, ഗ്രൗണ്ട് ലെവലിംഗ്, ഇന്റർലോക്ക്, സ്റ്റേഡിയത്തിന്റെ പിൻഭാഗത്തെ ഡ്രെയിനേജ് എന്നീ പ്രവൃത്തികൾ ഉൾപ്പെടുത്തിയാണ് നവീകരണം പൂർത്തീകരിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ ആന്റണി ജോൺ MLA അധ്യക്ഷനായി. പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ്, യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ S സതീഷ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ്, FIT ചെയർമാൻ R അനിൽകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ സഫിയ സലീം, സീനത്ത് മൈദീൻ, റിയാസ് തുരുത്തൽ, നസിയ ഷമീർ, A രമണൻ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ ഷാജി മുഹമ്മദ്, MM ബക്കർ, യൂത്ത് കോർഡിനേറ്റർ ഹക്കീം ഖാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗഹൃദ ഫുട്ബോൾ മത്സരവും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.